നിയമം ലംഘിച്ച് കൊച്ചി തുറമുഖത്തിറക്കിയ ഈ മാലിന്യങ്ങൾ തിരിച്ചു കയറ്റുമതി ചെയ്യാനുള്ള കസ്റ്റംസ് നീക്കം അട്ടിമറിക്കപ്പെടുന്നു. മാരകമായ ഈ മാലിന്യങ്ങൾ അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചു കയറ്റി അയക്കാനുള്ള ഉത്തരവ് നടപ്പായില്ല. ഉത്തരവിറക്കിയ മുൻ കസ്റ്റംസ് കമ്മീഷണർ രാഘവൻ സ്ഥലം മാറിപ്പോയതോടെ കേസ് നടപടികൾ താളം തെറ്റി. പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തി ജനുവരി മാസത്തിൽ കൊച്ചി തുറമുഖത്തിറക്കിയ 100 കണ്ടെയ്നർ ഈ മാലിന്യങ്ങൾ കസ്റ്റംസിന്റെ ഇടപെടലിനെ തുടർന്നാണ് തടഞ്ഞത്. കസ്റ്റംസ് നീക്കത്തെ പൂർണ്ണമായി പിന്തുണച്ച് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാരകമായ ഈ മാലിന്യമാണെന്ന് കണ്ടെത്തിയ കസ്റ്റംസ് ഫെബ്രുവരി 14-ന് 2 കമ്പനികൾക്കും ബാക്കി 9 എണ്ണത്തിന് ഫെബ്രുവരി 16-നും ഷോക്കോസ് നോട്ടീസ് നൽകി. ഈ മാലിന്യങ്ങൾ തിരിച്ചു കയറ്റുമതി ചെയ്യാനുള്ള വകുപ്പ് കസ്റ്റംസ് നിയമത്തിൽ ഇല്ലാത്തതിനാൽ പരിസ്ഥിതി നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഷോക്കോസ്. ഷോക്കോസിന് ഇതുവരെ കമ്പനികൾ മറുപടി നൽകിയിട്ടില്ല. മറുപടി നൽകാത്ത സാഹചര്യത്തിൽ തിരിച്ചയക്കാമെന്ന ഉത്തരവ് നടപ്പാക്കാതെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് കസ്റ്റംസ്. 90 ദിവസം കഴിഞ്ഞാൽ ഉത്തരവ് നടപ്പാക്കാൻ നിയമപരമായ പരിമിതിയുമുണ്ട്. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത്രമേൽ ഗൗരവമുള്ളതാണെങ്കിൽ 30 ദിവസത്തിനകം മറുപടി കിട്ടിയില്ല എങ്കിൽ ഇവർക്ക് എതിരായ നടപടികൾ സ്വീകരിക്കുകയും ഇന്ത്യയിൽ നിന്ന് അത് റീ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണമായിരുന്നു. ഓരോ ദിവസം ഈ നടപടികൾ വൈകുന്തോറും ഈ കേസുകൾ കോടതിയിലെത്തിയാൽ ഈ നടപടിക്രമങ്ങൾ വൈകിയതിന്റെ പേരിൽ ഇതിന്റെ ഗൗരവമാണ് ഇല്ലാതാകുന്നത്. ഇത്രയും ഗൗരവം വാസ്തവത്തിൽ ഈ കേസിന് ഇല്ല എന്ന കമ്പനികളുടെ വാദമായിരിക്കും ശക്തിപ്പെടുക. കൊച്ചി തുറമുഖത്തെ ഈ മാലിന്യ വ്യാപാരം കണ്ടെത്തിയ മുൻ കസ്റ്റംസ് കമ്മീഷണർ രാഘവൻ അതീവ ഗൌരവത്തോടെയാണ് വിഷയം ഏറ്റെടുത്തത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൈയൊഴിഞ്ഞു. ഇതിനിടെ ഡൽഹി, കൊൽക്കത്ത, രാജസ്ഥാൻ, മുംബൈ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ കമ്പനികൾ കണ്ടെയ്നറുകൾ വിട്ടുകിട്ടാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ്. കമ്പനികളുടെ സമ്മർദ്ദമാണ് കസ്റ്റംസിന്റെ തണുപ്പൻ പ്രതികരണത്തിന് കാരണം. പരിസ്ഥിതിക്ക് വിനാശമാകുന്ന ടൺ കണക്കിന് മാലിന്യങ്ങൾ കൊച്ചി തുറമുഖത്ത് വന്നടിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുന്നു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കസ്റ്റംസിന്റെയും അനാസ്ഥ മൂലം ഈ മാലിന്യങ്ങൾ നാളെ സംസ്ഥാനത്തിന്റെ ബാധ്യതയായേക്കും. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി.